എല്ലാ കാഴ്ചപ്പാടുകളും വികസിത രാജ്യങ്ങളുടെ മോഡലുകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നുള്ള ഏജിങ് റെസ്പോൺസ് എന്ന് പറയുന്നത് വയോജന മന്ദിരങ്ങൾ, വയോജന പ്രോഗ്രാംസ്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങളുടെ മോഡലുകളാണ്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഏത് സാമൂഹ്യ പ്രവർത്തനം നടത്തുമ്പോഴും അതിൻ്റെ പുറകെ ചില ചിന്താധാരകളുണ്ട്. വയോജനങ്ങളുടെ പ്രോഗ്രാമിനും അതിന് പുറകെ ചില ചിന്താധാരകളുണ്ട്. അതിലൊന്ന് പ്രധാനമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള വയോജനങ്ങളെ ഉള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എക്സ്പയറി ഡേറ്റ് പ്രോഡക്റ്റിൽ എഴുതിയിരിക്കും, ഈ സാധനം ഇത്ര സമയത്തിന് ഉപയോഗിച്ചിരിക്കണം, എല്ലാ പ്രോഡക്റ്റിനും ഇന്ന ദിവസത്തിനകം ഉപയോഗിച്ചിരിക്കുന്ന ഒരു നോട്ട് എഴുതിയിരിക്കും, എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. മിക്കവാറുള്ള ഡെവലപ്ഡ് രാജ്യങ്ങളിലെ എല്ലാ മനുഷ്യന്മാർക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അവർ സാധാരണ ചെയ്യുന്നതാണ് വയോജന ഫോമിലേക്ക് തട്ടിക്കളയുക. ഈ ഒരു മോഡൽ എന്നുള്ളതാണ് മിക്കവാറുള്ള വികസിത രാജ്യങ്ങളിൽ. എന്നിട്ട് അവരുടെ യൂട്ടിലിറ്റി കഴിഞ്ഞു, ഉപയോഗം കഴിഞ്ഞാൽ അവർ പറഞ്ഞു വിടുക എന്നുള്ളതാണ്. ഇതൊരു കാഴ്ചപ്പാടാണ് വയോജനങ്ങളെ പറ്റി. അവർ പറഞ്ഞത് ശരിയാണ്, ഇനി എന്തിനും ആവശ്യമില്ല, നിങ്ങളുടെ സമൂഹത്തിനുള്ള കോൺട്രിബ്യൂഷൻ്റെ എല്ലാം കഴിഞ്ഞു, ഇനി അവിടെ ആവശ്യമില്ല, പറഞ്ഞു വിടുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വികസിക്കുന്ന രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിൽ പോയി കണ്ടു, അവരെങ്ങനെയാണ് വയോജനങ്ങളെ കാണുന്നത്? അതിനൊരു മാറ്റമുണ്ട്. വയോജനങ്ങളെ കാണുന്നത് ഒരു പ്രോഡക്റ്റ് ആയിട്ടല്ല, ഒരു പാർട്ട് ഓഫ് സൊസൈറ്റിയാണ്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ, സമൂഹത്തിനുള്ള കോൺട്രിബ്യൂഷൻ തീരുന്നത് ഒരു പ്രത്യേക ഏജോടുകൂടി തീരുന്നില്ല. ഇതാണ് ഒരു പ്രധാന കാര്യം. രണ്ടാമത്, നമ്മൾ ഈ വയോജനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വരുന്നത് ഒരു റിട്ടയർമെൻറ്റ് ഏജ് എന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ്. റിട്ടയർമെൻറ്റ് ഏജ് ചോദിച്ചാൽ ചിലത് 55ആണ്, ചിലത് 60ആണ്, 65ആണ്. അപ്പം പൊതുവെ റിട്ടയർമെൻറ്റ് ഏജ് എന്നുള്ളത്, ആ കൺസെപ്റ്റ് വന്നിരിക്കുന്നത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഒരാൾ എത്ര വർഷം ജീവിച്ചിരിക്കും, ഇതാണ് എൻ്റെ ഫാക്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് പണ്ട് 55-ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 10 വർഷം ജീവിക്കൂ, 55 to 65. അപ്പം നിങ്ങൾ തമാശ പറയും 65 എന്ന് പറയും മരിക്കുള്ള ഏജാണെന്നുള്ളത്. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്നത്തെ ആരോഗ്യരംഗത്തുള്ള വികസനവും അതുപോലെ മറ്റുള്ള കാഴ്ചപ്പാടുകളും ആരോഗ്യരംഗത്തുള്ള ഇന്ന് 85 ആണ് ഒരു യഥാർത്ഥത്തിലുള്ള ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് 20-25 വർഷം സോളിഡ് ആയിട്ടുള്ള വർഷങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് വേണ്ടി എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? റിട്ടയർമെൻറ്റ് വേറെ ഉണ്ട്. ഇതിനകത്ത് എത്ര പേർ റിട്ടയേഴ്സ് ആയിരിക്കും റിട്ടയർമെൻറ്റ് എന്നുള്ള കൃത്യമാക്കി ഉപയോഗിക്കാൻ പറ്റും. കാരണം കേരളത്തിൽ ഈ സർക്കാർ ജോലി ചെയ്യുന്ന ഒരു 15% ആൾക്കാരുണ്ട്. റിട്ടയർമെൻറ്റ് എന്നുള്ള സർക്കാർ ജോലിക്കാരുടെ പ്രിവിലേജാണ്. കാർഷിക തൊഴിലാളികൾ റിട്ടയർ ചെയ്യുന്നില്ല, കർഷകർ റിട്ടയർ ചെയ്യുന്നില്ല, മത്സ്യത്തൊഴിലാളികൾ റിട്ടയർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ റിട്ടയർമെൻറ്റും ലൈഫ് എക്സ്പെക്റ്റൻസി ആ കണക്കുകളിൽ നമ്മുടെ സമൂഹത്തിൽ ശരിയായിട്ട് ഫിക്സ് ആകുന്നില്ല. അതൊരു നമ്മുടെ കാര്യമായിട്ട് ആലോചിക്കേണ്ടതാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ഈ പെൻഷനുള്ള ഐഡിയ, ജോലി ചെയ്തവർക്ക് മാത്രമേ പെൻഷനുള്ളൂ. പക്ഷേ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. കാർഷിക തൊഴിലാളി ജോലി ചെയ്യുന്നുണ്ട്, അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ വിവിധ മേഖലകളിലുണ്ട്. അപ്പം ഇതൊരു കാര്യമാണ്. അപ്പം അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ വയോജനങ്ങളുടെ ആ കഴിവുകൾ എങ്ങനെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പോളിസി പ്രോഗ്രാം ചലഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു ചിന്ത വരാൻ വേണ്ടി വന്നേക്കും. പ്രത്യേകിച്ച് നമുക്കൊരു മന്ത്രിസഭ ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഇതേപ്പറ്റി ചിന്തിക്കാൻ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ അവസരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് 13 പഞ്ചായത്തിന് കേരളത്തിലെ വയോജന നയത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിലൊന്നാണ് നമ്മളിവിടെ കൂടി ചേരുന്നത്. ഇനി എന്താണ് വയോജന സൗഹൃദ സമൂഹം എന്ന് പറയുന്നത്? ഈ വയോജന സൗഹൃദ സമൂഹം എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ 8 ആക്ടിവിറ്റീസ് ചെയ്യുവാണെങ്കിൽ ആ സമൂഹത്തെ ഞങ്ങൾ വയോജന സൗഹൃദ പഞ്ചായത്ത് വയോജന സൗഹൃദ സമൂഹമായിട്ട് ഡിക്ലെയർ ചെയ്യും. പക്ഷേ ഇന്ത്യയിൽ ഒറ്റ പഞ്ചായത്തും വയോജന സൗഹൃദ പഞ്ചായത്താണ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. കൊച്ചി കോർപ്പറേഷൻ ഇതിനെപ്പറ്റി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ വേറൊരു കോർപ്പറേഷൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇത് ഒരു പ്രധാന കാര്യമാണ്. അത് നമ്മൾ മുന്നോട്ട് വരും. അത് വേറെ രീതി ഞാനവിടെ പറഞ്ഞു. സോറി. അപ്പം വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ഇതിനെ WHO അറിയിക്കും. ഞങ്ങൾ 13 പഞ്ചായത്ത് ഒരു വയോജന സൗഹൃദ പഞ്ചായത്താക്കി
നടത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അങ്ങനെ ഒരു ഡിക്ലറേഷൻ പഞ്ചായത്ത് ഭരണസമിതി ഡിക്ലെയർ ചെയ്ത് അവരതിനെ താൽക്കാലികമായിട്ട് അവരുടെ ലിസ്റ്റിലെടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റി ആണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് സമർപ്പിക്കണം. അന്നേരമാണ് ആ ലിസ്റ്റിൽ ഇന്റർനാഷണൽ ലിസ്റ്റിലിടും. IMN പഞ്ചായത്ത് വയോജന സൗഹൃദം പഞ്ചായത്താക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. നമ്മുടെ ലിസ്റ്റുണ്ട്, WHO ലിസ്റ്റിൽ എല്ലാ വയോജന സൗഹൃദ സൊസൈറ്റികളുടെയും പേരുകളുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ളതെല്ലാം അയർലൻഡിലെ ലീഡ്, അങ്ങനത്തെ ഡെവലപ്ഡ് രാജ്യങ്ങളാണ് ഈ വയോജന സൗഹൃദ പഞ്ചായത്ത് വരുന്നത്, ആ സൗഹൃദ സൊസൈറ്റി വരുന്നത്. അപ്പം നമ്മുടെ ഈ വയോജന സൗഹൃദ പഞ്ചായത്തായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പുതിയ ചില അവസരങ്ങളുണ്ട്. ആ അവസരം എന്താണെന്ന് കൂടിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്നത്തെ എൻ്റെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 8 കാര്യങ്ങൾ ചെയ്താലാണ് ആ സമൂഹത്തിനെ വയോജന സൗഹൃദ പഞ്ചായത്ത്, വയോജന സൗഹൃദ സമൂഹമെന്ന് WHO ഡിക്ലെയർ ചെയ്തത്. ആ 8 കാര്യങ്ങളെപ്പറ്റി ഞാനിത് ഷെയർ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അത് എങ്ങനെ ഈ പഞ്ചായത്തിൽ നടപ്പാക്കാമെന്നുള്ളത്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ 8 ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത് വലിയ സിറ്റികളുടെ കോണ്ടെക്സ്റ്റിലാണ്, വലിയ ടൗണുകളുടെ കോണ്ടെക്സ്റ്റിലാണ്. പക്ഷെ അതിനെ ഒരു പഞ്ചായത്തിലേക്ക് വേണ്ടി കൊണ്ടുവരാനുള്ള കാര്യം WHO ടീം പോലും ആലോചിച്ചില്ല. എനിക്ക് ജനീവയായിട്ട് അവരോട് ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ച നടത്താൻ സാധിച്ചു. അപ്പോൾ അവരും ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല. വയോജന സൗഹൃദ സമൂഹം എന്ന് പറയുമ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് വലിയ സിറ്റിയിലുള്ള വലിയ കോർപ്പറേഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ IMN പഞ്ചായത്തിനെ വയോജന സൗഹൃദ പഞ്ചായത്ത് ആക്കാൻ വേണ്ടി ഈ 8ഓളം ആക്ടിവിറ്റീസ് നമ്മൾ ഫലപ്രദമായിട്ട് നടപ്പാക്കിയാൽ അത് ലോകത്തിൽ എല്ലായിടത്തുമുള്ള ഒരു മോഡലായിട്ട് വരാം. ഈ മോഡലാകുന്നതിന് ഒരു വേറൊരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. നിങ്ങൾ പലർക്കും കേട്ടിട്ടുണ്ടായിരിക്കും ചിൽഡ്രൻസ് റൈറ്റ്സ്, കുട്ടികളുടെ അവകാശങ്ങളെ പറ്റി. അത് യുണൈറ്റഡ് നേഷനിലെ ഒരു കുട്ടികളുടെ അവകാശം എന്താണെന്ന് ഇത് ക്രോഡീകരിച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ അവകാശം എന്താണെന്നുള്ളത് യുണൈറ്റഡ് നേഷൻ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതേസമയം വയോജനങ്ങളുടെ അവകാശങ്ങൾ എന്താണ് ഇതുവരെയും ക്രോഡീകരിച്ചിട്ടുണ്ട്. അതേപറ്റി ചർച്ച നടക്കുന്നുണ്ട് ഇന്റർനാഷണലി. പക്ഷെ അതേസമയം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതുവരെ ഒഫീഷ്യലായിട്ട് പൊസിഷൻ എടുത്തില്ല. അതിനൊരു കാരണമുണ്ട്. നമ്മളിപ്പോൾ ഈ വയോജനങ്ങളെ നമ്പർ നോക്കുമ്പോൾ അതിനകത്തൊരു മാജിക് ഉണ്ട്. ഉദാഹരണത്തിന് IMN പഞ്ചായത്തിൽ എത്ര വയോജനങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേര് മറുപടി പറയും? അച്ഛനുമായിട്ട് ആരും പറയാൻ പോകുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. IMN പഞ്ചായത്തിൽ എത്ര വയോജനങ്ങളുണ്ട്? ഈ ക്വസ്റ്റ്യൻ ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സിനോടും പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുന്നതാണ്. എന്നല്ല ഈ പ്രിപ്പറേഷൻ അത് വരാനുള്ള അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കും. ഇതിന് കാരണം പറയുന്നുണ്ട്. IMN പഞ്ചായത്ത് ഞങ്ങൾ 5 വർഷം മുമ്പ് ഡോൺ ബോസ്കോയുടെ കൂടെ ഞങ്ങൾ ഒരു സർവേ നടത്തിയിരുന്നു. അന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ അത് 2200 പേരാണ് അത് കൂടുതലുള്ളത്. ഇപ്രാവശ്യം ഈ 2-3 മാസം മുമ്പ് ഇവിടുത്തെ MSW സ്റ്റുഡൻസ് എല്ലാവരും കൂടി സർവേ നടത്തി. അന്നേരം നോക്കുമ്പോൾ 5000 കൂടുതലുണ്ട്. നേരെ ഡബിൾ ആയിരിക്കും. ഈ ഡബിൾ ആകുന്ന പ്രോസസ്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരിക്കാൻ വരാം. നമ്മൾ ഇന്ത്യ ഒട്ടാകെ എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ വയോജനങ്ങളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10-12%, 12-6-7 ചില സ്റ്റേറ്റുകളിൽ അത് 4-5 പക്ഷെ നമ്മൾ കേരളത്തിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് കാര്യമുണ്ട്. സെൻസസ് എടുത്ത് 2015 സെൻസസ് കഴിഞ്ഞിട്ട് 16 വർഷമായി. അപ്പം ഇപ്പം ഏകദേശം ഉള്ളൊരു പലരും പറഞ്ഞ് 22-23% ആൾക്കാർ 60 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ 23% ആൾക്കാർ 60 കൂടുതൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഏജ്ഡ് സൊസൈറ്റി എന്നാണ്. ആ സൊസൈറ്റിയുടെ പ്രധാന ഘടകം ഏജിങ് ആയിട്ടുള്ളതിന് അങ്ങേയറ്റമായി കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ചുള്ള സാമൂഹ്യ മാറ്റങ്ങളും സാമൂഹ്യ നിയമങ്ങളും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ വേറെ നിർവാഹമില്ല പുതിയ മന്ത്രിസഭ ഉണ്ടാക്കാൻ. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ളതുണ്ട്. ഇനി ഈ പ്രദേശത്ത് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ വയോജനങ്ങളുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ഫിനോമിനുണ്ട്. ഈ എന്താണ് യൂണിറ്റ് ഓഫ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കേരളം ഏറ്റവും മുകളിലാണ്. ബീഹാറിലൊക്കെ 4-5% ആൾക്കാർ അവർ കൂടുതലുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം പ്രോഗ്രാം തയ്യാറാക്കുക. പക്ഷേ കേരളത്തിൽ നോക്കുമ്പോഴേ നമ്മൾ ഡിസ്ട്രിക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യത്യാസം വരുന്നു. ചില ഡിസ്ട്രിക്റ്റിൽ ഇപ്പോഴേ 30% ആൾക്കാരായിട്ടുണ്ട്. 3 ഡിസ്ട്രിക്റ്റിൽ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ. അത് പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള ഡിസ്ട്രിക്റ്റും കേരളത്തിൽ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ചില ഡിസ്ട്രിക്റ്റിലെ ചില കോർപ്പറേഷനിലെ വാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ ആ വാർഡിൽ 38-39% ആൾക്കാർ, ഏകദേശം പകുതിയോളം ആൾക്കാർ 60 കൂടുതലുള്ളവരാണ്. ഇതൊരു സാമൂഹ്യപരമായിട്ടുള്ള ഇഷ്യൂ ആണ്. അത് നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് വയോജനങ്ങളെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ എല്ലാം തിരുത്തി ചെയ്ത് സമയമായിരിക്കും. ഒന്ന്, എത്ര വയോജനങ്ങളുണ്ട്?
ഇനി എത്ര വയോജനങ്ങളുണ്ടെന്നുള്ളതിൽ വേറൊരു രാഷ്ട്രീയ ഡയമെൻഷനുണ്ട്. അത് ഞാൻ പറയാറുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എന്നാലും രാഷ്ട്രീയം പറഞ്ഞു വെക്കുള്ളൂ. കേരളത്തിലെ ഇലക്ഷൻ ഏത് പാർട്ടി ജയിക്കുന്നതും തോക്കുന്നതും 4%, 5% വോട്ടിങ്ങിലാണ്. കേരളത്തിലെ വയോജനങ്ങൾ 6% ആൾക്കാരുണ്ട്. അപ്പോൾ അടുത്ത ഇലക്ഷനിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം കൊണ്ടുവന്ന ആരാണെങ്കിലും അവർ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ഡയമെൻഷൻ ഉണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, പക്ഷേ ഞാൻ ഒരു യാഥാർത്ഥ്യം ഷെയർ ചെയ്യുന്നത്. ഇതൊരു പ്രധാന കാര്യമാണ്. ഇനി വേറൊന്നൊരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പം ഇവിടെ 6 or 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. അടുത്തത് വയോജനങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കണം. അത് എങ്ങനെ സ്ഥാപിക്കണം എന്നുള്ള കേരളത്തിൽ അത് മറ്റേ ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. പുതിയൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതുപോലെ 5% പഞ്ചായത്തിൻ്റെ വരുമാനം വയോജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇങ്ങനെ 2 കാര്യങ്ങൾ സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ റിക്വസ്റ്റ് വരുന്ന ആദ്യം 5 പഞ്ചായത്തിനായിരിക്കും. വയോജന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഗ്രൂപ്പിൽ ചെയർമാൻ ഉണ്ടാക്കണം. അവരായിരിക്കണം എന്ത് വയോജന ആക്ടിവിറ്റി ആ പഞ്ചായത്തിൽ നടത്തണമെന്ന് തിരിക്കാനുണ്ട്. അതെങ്ങനെ നടത്തുന്നുള്ളത് എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇതിൻ്റെ ആവശ്യം ഇത് ഉരുത്തിരിച്ച് പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞാണെന്ന് വെച്ചാൽ മതി. എനിക്ക് പറയാനുള്ളത് ഈ 2020 മുതൽ 2030 വരെ യുണൈറ്റഡ് നേഷൻസ് ഡെക്കേഡ് ഓഫ് ഹെൽത്തി ഏജിങ്, ഈ ഏജിങ്ങിനെ പറ്റിയുള്ള അബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹെൽത്തി ഏജിങ് എന്നുള്ളതാണ്. ആ വാക്കിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആൾക്കാർ വെറുതെ ന്യൂട്രലായിട്ട് ഏജിങ് ആവുകയല്ല, ഹെൽത്തി ആയിട്ട് ഏജിങ് ആകുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 80 വയസ്സ് വരെ ആരോഗ്യപരമായിട്ട് ഏജിങ് ആകുകയാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ട് ഏജിങ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കീ എന്ന് പറയുന്നത് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷൻ വയോജനങ്ങളുടെ ഇടയ്ക്ക് വയോജനങ്ങളുടെ ആരോഗ്യം തുടരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോക്ടറോ ക്ലിനിക്കോ അല്ല. അത് ഏറ്റവും രസകരമായ കാര്യം, നിങ്ങൾ എത്രമാത്രം സോഷ്യലി കണക്റ്റഡാണ്, സാമൂഹികമായിട്ട് നിങ്ങൾ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ആക്റ്റീവായിട്ട് വയസ്സാകാനുള്ള ഒരു പ്രധാന ഘടകം. ഈ കാഴ്ചപ്പാട് നമ്മൾ പലരും കണ്ടിട്ടുള്ളത്. സോഷ്യലി കണക്റ്റഡ് ആയിട്ടെങ്കിലേ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഏജിങ് വയോജനങ്ങളായിട്ട് മാറാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞ റിട്ടയർമെൻറ്റ് എന്നുള്ളൊരു 60 ആണെങ്കിലും 60 മുതൽ 20 വർഷം, ഈ 20 വർഷത്തിൽ നമ്മൾ നോക്കുന്നത് 15 വർഷം വളരെ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അവസരമാണ്. പക്ഷെ അതെങ്ങനെ സമൂഹത്തിന് എടുക്കുക എന്നുള്ളത് നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ വരണം, സാമൂഹികപരമായ മാറ്റങ്ങൾ വരണം, കാഴ്ചപ്പാടിന് മാറ്റം വരണം. അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ വളരെ ലഘുവായിട്ട് പറയാം. ഒന്ന്, ഇപ്പം ആരാണ് ഒരു തൊഴിലാളി? നമ്മൾ പൊതുവെ പറയുന്ന തൊഴിലാളി എന്ന് പറഞ്ഞ ആള് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ജോലി ചെയ്യുന്നു, 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾ തൊഴിലാളി. പക്ഷെ ഒരു വയോജനം, ഒരു സീനിയർ സിറ്റിസൺ ഒരാഴ്ചയിൽ 3 ദിവസം ജോലി ചെയ്യുന്നുണ്ട്, 3 ആഴ്ചയിൽ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും 2 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തെ അവരെ ലേബറായിട്ട് തൊഴിലാളിയായിട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് പറ്റി ഈ വർക്ക് പ്ലേസിലുള്ള ഇൻഷുറൻസ് കിട്ടുന്നില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ തന്നെ വേറൊന്നുണ്ട്. ഈ ഇലക്ഷൻ കാലത്ത് ഞാനൊരു പ്രത്യേക കാൻഡിഡേറ്റ് പറ്റി പറഞ്ഞില്ല. പലരും പറയും വയസ്സന്മാർ വീട്ടിലിരുന്നാൽ പോരെ എന്നുള്ളത്. ഈ വീട്ടിലിരിക്കുക എന്നുള്ള ഐഡിയ, പക്ഷേ ഇഫ് യു ക്യാൻ കോൺട്രിബ്യൂട്ട്, ഈ ഏജിങ്ങിനെ പറ്റിയുള്ള പുതിയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കുണ്ട് കോഗ്നിറ്റീവ് എബിലിറ്റി, ചിന്തിക്കാനുള്ള കഴിവ്. അതായിരിക്കണം ഏജിങ്ങിൻ്റെ ക്രൈറ്റീരിയ. ചിന്തിക്കാനുള്ള കഴിവ് കുറഞ്ഞാൽ അതിപ്പോൾ ഏജിങ്ങിലേക്ക് തുടങ്ങിയിരിക്കുകയാണെന്നുള്ളതാണ്. അത് നമ്മൾ നോക്കുന്നത് ഈ 60 മുതൽ ചുരുങ്ങിയത് 15 വർഷം ചിന്തിക്കാനുള്ള നല്ല കഴിവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വയോജനങ്ങളുടെ കഴിവുകൾ എങ്ങനെ സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാം, അതനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്, അതനുസരിച്ചുള്ള സപ്പോർട്ട് പ്രോഗ്രാം ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, സോഷ്യലി കണക്റ്റഡ് ആണ്, സോഷ്യലി ആക്റ്റീവ് ആയിരിക്കണം, സോഷ്യലി സമൂഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കാം, സമൂഹത്തിൽ വളരെ ആക്റ്റീവായിരിക്കും. ഇത് രണ്ടുമാണ് ഹെൽത്തി ഏജിങ്ങിൻ്റെ 2 പ്രധാനപ്പെട്ട ഇൻപുട്ട് വരിക. അതിലൊന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ലൈഫ് ലോങ് ലേണിംഗ്. നിങ്ങൾ പഠനം സ്കൂൾ കഴിഞ്ഞവർ നിർത്തുന്നില്ല, പഠനം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഞാനൊരു റെക്കമെൻഡേഷൻ പറഞ്ഞതാണ്. ഇപ്പോൾ 50 പഞ്ചായത്ത് ഹൈസ്കൂളുണ്ട്, സ്കൂളുണ്ട്, കോളേജുണ്ട്. അവിടുത്തെ എല്ലാ അധ്യാപകരും ഒരു ചെറിയ കോഴ്സ് വയോജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്ന പ്രൊഫസർ ഒരു 10 days 10 ദിവസം ഒരു കോഴ്സ് കൊടുക്കുക, എന്താണ് ഹിസ്റ്ററി. അത് ഇവിടുത്തെ എല്ലാ വയോജനങ്ങൾക്കും ചേരാമെന്ന് പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിന് കാരണം അങ്ങനെ ഒരു പഠനം നടത്തുക, ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഈ ഏജിങ്ങിനെ സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ. അങ്ങനെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ചിന്താധാര നടത്തുന്നില്ലെങ്കിൽ ഈ വയോജന പ്രക്രിയ വളരെ പെട്ടെന്നായിപ്പോകും. ഇത് വേറൊരു കാഴ്ചപ്പാട്.